നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കരുണയുടെ വാതിൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം ഈ ജൂബിലി വർഷത്തിൽ ഈ 25 കൊല്ലവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തോടൊപ്പം നിന്ന, ശുശ്രൂഷകളോടൊപ്പം നിന്ന 5 കുടുംബങ്ങളെ നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. ദൈവം നടത്തിയ വഴികൾ നന്ദിയോടെ ഓർക്കുകയാണ് ഈ 5 കുടുംബങ്ങളും ഈ പ്രോഗ്രാമിലൂടെ. കുടുംബങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നു ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം. അദ്ദേഹം ദൈവവചന പ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോളി. ഇരുവരും അവർക്ക് ലഭിച്ച വലിയ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങൾ, ഈ 25 വർഷം ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പറയാൻ നമ്മോടൊപ്പമുണ്ട്. തുടർന്ന് നമ്മോടൊപ്പമുണ്ട് ബ്രദർ CK ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഴ്സി. വളരെ നീണ്ട വർഷങ്ങൾ ശുശ്രൂഷ അനുഭവങ്ങൾ പറയുവാൻ അദ്ദേഹത്തിനുമുണ്ട്. തുടർന്ന് നമ്മോടൊപ്പമുണ്ട് ബ്രദർ ആന്റണി ഫെർണാണ്ടസ്. വളരെ നീണ്ട വർഷങ്ങൾ ശുശ്രൂഷയുടെയും ഗാനശുശ്രൂഷയുടെയും വലിയ അനുഭവങ്ങൾ പങ്കിടാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാൻഡി. ഇനി നമ്മോടൊപ്പമുണ്ട് ബ്രദർ ജെയ്മി. വളരെ 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 നീണ്ട വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവങ്ങൾ, ഡിവൈനിലും പോട്ടയിലുമുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് അദ്ദേഹത്തിനും കൈമുതലായുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി. എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഈ സ്നേഹ കൂട്ടായ്മയുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്ന് മാത്രം: ഈ നാൾ വഴികളിൽ ദൈവം തന്ന കരുണ, സ്നേഹം, അതെല്ലാം ഒന്ന് ഓർത്തെടുക്കുകയാണ് ഇവിടെ. ഞാൻ ആദ്യം ജെയിംസ് കുട്ടി ബ്രദറിലേക്കാണ്. കാരണം ഈ 25 വർഷം ഡിവൈനോടൊപ്പവും അതിന് ഉപരി ശുശ്രൂഷ അനുഭവങ്ങളും അങ്ങേക്കുണ്ട്. ഈ ഒരു ഡിവൈനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ദൈവാനുഭവങ്ങൾ, ഈ 25 വർഷത്തെ ദൈവത്തിൻ്റെ ഒരു വഴി നടത്തൽ ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. അതിനു മുമ്പായി ഞങ്ങളെ എല്ലാവരെയും രാജേഷ് പരിചയപ്പെടുത്തി. രാജേഷിനെയും കുടുംബത്തെയും ഒന്ന് പരിചയപ്പെടുത്തട്ടെ. രാജേഷ് ചാക്യാർ സമുദായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളുമെല്ലാം ഇവരെ അവതരിപ്പിച്ചിരുന്നു. രാജേഷിൻ്റെ പിതാവ് രാമൻ ചാക്യാര്, ഭാര്യ സുഭദ്ര. ഈ സുഭദ്രയുടെ നിർബന്ധം കാരണം കോട്ടയാശ്രമത്തിലെ അവർ ധ്യാനത്തിനെത്തി. അവരിലൂടെയാണ് രാജേഷ് യേശുവിനെ അറിയുന്നതും ശുശ്രൂഷയിലേക്ക് വരുന്നതും. രാജേഷ് എനിക്ക് തോന്നുന്നു 26 വർഷമായിട്ടുണ്ട് ഇപ്പോൾ ശുശ്രൂഷയിലായിട്ട്. രാജേഷിൻ്റെ ഭാര്യ രജനി. എനിക്ക് തോന്നുന്നു ഞങ്ങളിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഈശോയെ അറിഞ്ഞതും ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറുപ്പവും ഞങ്ങളെപ്പോലെ തന്നെ 26 വർഷം ശുശ്രൂഷയിൽ നിൽക്കുകയാണ് രാജേഷ്. മറ്റു കാര്യമുള്ളത്, കോട്ടയാശ്രമത്തിലാണ് നമ്മുടെ ശുശ്രൂഷ ആദ്യം ആരംഭിക്കുന്നത്. അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനങ്ങൾ എത്തിയപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഇവിടെ മുരിങ്ങൂരിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, ഡിവൈൻ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റല് നമ്മൾ വാങ്ങി ഇവിടെ ശുശ്രൂഷ ആരംഭിച്ചു. ഈ സമയം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത 2 അൽമായ സുഹൃത്തുക്കളുണ്ട്. ഒന്ന് പാവുണ്ണി, ചാലക്കുടിക്കാരൻ തന്നെയാണ്. ഒന്ന് മരിച്ചുപോയ ജോർജ് ചുള്ളിയാടൻ. ഇവർ 2 പേരും പനക്കലച്ചൻ്റെ ഇടത് കൈയും വലത് കൈയുമായിട്ട് ഈ ധ്യാനകേന്ദ്രം പടുത്തുയർത്താൻ അന്നുണ്ടായിരുന്നു. നമ്മളെല്ലാം സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പിന്നിൽ ഇവർ നന്നായി പ്രവർത്തിച്ചിരുന്നു. അപ്പം ഇന്ന് 25 വർഷം പൂർത്തീകരിക്കുന്നുണ്ട്. ഈ സമയം ഒത്തിരി പേര് ഇവിടെ ധ്യാനത്തിന് വന്നു. ഒരുപാട് പേര് അനുഭവത്തിൽ നിന്നു. ഒരുപാട് പേര് ശുശ്രൂഷകളിൽ വന്നു. കുറേ പേര് പോയി, കുറേ പേര് വന്നു. എന്നാൽ നമുക്ക് ഇത്രത്തോളവും ദൈവ ശുശ്രൂഷയിൽ തുടരുവാൻ ദൈവം അനുഗ്രഹം തന്നു. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. അത് ജെയിംസ് കുട്ടി ബ്രദറിന് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. എത്രയോ ആളുകൾ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു, നിന്നു, പോയി. പക്ഷെ ഈ 25 വർഷവും ഇവിടെ നിൽക്കാൻ പറ്റി, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റി, ദൈവത്തെ സ്തുതിക്കാൻ പറ്റി. അതൊരു വലിയ ദൈവവിളിയുടെ, അല്ലേ, ഒരു
ശക്തി, ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്തുകൊണ്ടോ അങ്ങനെ ഒരു കോൾ നമ്മൾ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ പലപ്പോഴും ഈ പോയിന്റ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും വന്നിട്ടുള്ള ഒരു ചിന്ത തന്നെയാണത്. ജെയിംസ് കുട്ടി ബ്രദറിനെ പറ്റി ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ ഒരു കാര്യം, ശുശ്രൂഷയെ പറ്റി, ജീവിതത്തെ പറ്റി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മനസ്സിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജെയിംസ് കുട്ടി ബ്രദറിനെ പറ്റി പറയാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരെയും കുറിച്ച് അച്ഛൻ രണ്ടു വാക്ക് സംസാരിച്ചിട്ടുണ്ട്. ജെയിംസ് കുട്ടി ബ്രദറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ പറഞ്ഞ ആ കാര്യം എന്താണ്, നമുക്കൊന്ന് കേൾക്കാം. 25 വർഷം തികയാൻ പോകുന്ന ഈ ജൂബിലി വർഷത്തിൽ ഈ ധ്യാന കേന്ദ്രത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സഹോദരങ്ങളെ ഓർക്കുകയും അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സഹോദരനാണ് ബഹുമാനപ്പെട്ട ബ്രദർ ജെയിംസ് കുട്ടി. ജെയിംസ് കുട്ടിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു കാര്യമാണ് പല വചനപ്രഘോഷ മേഖലയിലുള്ള വ്യക്തികളെക്കുറിച്ചും ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ പൊങ്ങി വരാറുണ്ട്. എന്നാൽ ഇന്നേ വരെ ഒരു വ്യക്തിയിൽ നിന്നും ഒരിടത്തു നിന്നും ഒരിക്കൽ പോലും ഒരു വിമർശനം ഇദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ ശുശ്രൂഷയോട് പുലർത്തിയ ആ മഹനീയമായ വിശ്വസ്തത എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ജെയിംസ് കുട്ടിയെ ഈ ധ്യാനകേന്ദ്രത്തോട് ബന്ധപ്പെടുത്തി ശുശ്രൂഷ ചെയ്യുവാനായി ദൈവം തയ്യാറാക്കിയ സ്നേഹ പദ്ധതിയെ ഓർത്ത് ഞാൻ തമ്പുരാന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ പനക്കിലച്ചൻ പുറകിൽ നിന്നിട്ട് നമ്മൾ അൽമേരെ ശുശ്രൂഷയിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഓർക്കും നമ്മൾ ആദ്യം തുടങ്ങിയത് ഇതിൻ്റെ തൊട്ടിറമ്പിലെ ഒരു ഓലഷെഡായിരുന്നു, റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത്. അപ്പോൾ സ്റ്റേജ് കെട്ടാനായിട്ട് ഇഷ്ടികയോ ഒന്നുമില്ല, കുറേ മണ്ണ് അവിടെ പൊക്കിയിട്ടിട്ട് അതിന്റെ മുകളിലാണ് മൺതിട്ട എന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ ഈ ഓലഷെഡ് ആയിരിക്കും വെള്ളമെല്ലാം ഇങ്ങനെ വീണോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക് അതിന്റെ മുകളിലിടും, നനയാതെ. ആളുകൾ നനഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ അൽത്താര കുർബാന ചിലപ്പോൾ നനയായിരിക്കാൻ വേണ്ടി അവിടെ ഒരു പ്ലാസ്റ്റിക് മുകളിലിടും. അന്ന് ഓർക്കുന്നുണ്ട്, നമ്മൾ ജനങ്ങളെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, ദൈവമേ ഈ ഓലഷെഡിന്റെ മുകളിൽ അന്ന് ഒരു പ്രത്യേക ഷീറ്റുണ്ട്, എന്നാ ജനതാ സീറ്റ്, പേപ്പർ പോലത്തെ ജനതാ സീറ്റ് മേയാനുള്ള പൈസ ഞങ്ങൾക്ക് തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും. അതെ, സി കെ സാർ എന്ന് പറയാമോ? സി കെ സാറിന്റെ ഈ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, ദൈവവചന പ്രഘോഷണ മേഖലയിലുള്ള അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വഴി നടത്തൽ ദൈവത്തിന്റെ ഒന്ന് ഓർത്താൽ. 1990 ഇവിടെ ധ്യാനം മന്ദിരം ആരംഭിക്കുമ്പോൾ കോട്ടയം ആശ്രമത്തിൽ നിന്ന് ആണ് ഞാൻ ഇങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് വരുന്നത്. അന്ന് ജെയ്മിയാണ് ആകെ ഒരു പാട്ടുകാരൻ, അന്നുള്ള ആദ്യത്തെ വ്യക്തി. അന്നുണ്ടായിരുന്ന ആകെ ഒരു വാഹനം ഒരു ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിക്കാൻ ഒരു പ്രേമനുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വർഷത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അച്ഛനൊരു ക്ലാസ്സും കഴിഞ്ഞുകൊണ്ട് സി കെ ജോസഫ് അടുത്ത ക്ലാസ് എടുത്തോ, ഞാൻ കുമ്പസാരിപ്പിക്കാനായിട്ട് അച്ഛന്മാരെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറി പോകും. പലപ്പോഴും അച്ഛൻ തന്നെയാണ് പോകുന്നത് അച്ഛന്മാരെ അന്വേഷിച്ച് കുമ്പസാരിപ്പിക്കാൻ. തൃശ്ശൂർക്ക് പോകും. അവിടെ അച്ഛനെ കിട്ടിയില്ലെങ്കിൽ ആ ഓട്ടോറിക്ഷയ്ക്ക് എറണാകുളത്തേക്ക് പോകും. സകല പള്ളികളിലും കയറി ഇറങ്ങാറ്. പലപ്പോഴും എന്നോട് പറയും, ഒരു ക്ലാസ് കഴിയുമ്പോഴേക്ക് ഞാൻ എത്തിയേക്കാം. അപ്പോൾ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ജനലിലേക്ക് നോക്കി നിൽക്കും, ആൾ വന്നുണ്ടോ എന്ന്. അപ്പോൾ ആൾ വരുന്നില്ല. ജെയ്മിയോട് പറയും, 2 പാട്ട് പാടി ഇത്തിരിയോട് നോക്കാം. ചില ദിവസങ്ങളിൽ അച്ഛൻ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്. 2-3 പ്രസംഗങ്ങൾ ചെയ്തിട്ടുള്ള അവസരങ്ങളുണ്ട്.
അച്ഛനെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങളുണ്ട്. കാരണം 1984 അച്ഛനുമായിട്ട് ഞാൻ ഇടപെടുന്നത്, പരിചയപ്പെടുന്നത്. കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ അവിടെ അദ്ദേഹം വന്നു, എന്നെ കണ്ടു. കോട്ടയം ആശ്രമത്തിൽ സൺഡേ, ഞായറാഴ്ച ദിവസങ്ങളിൽ യൂത്ത് ബൈബിൾ ക്ലാസ് ഉണ്ട്, അതെടുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത് 84. അന്ന് മുതൽ കോട്ടയം ആശ്രമത്തിലെ ശുശ്രൂഷയിലൊക്കെ സഹകരിച്ചു വന്നിരുന്നു. അച്ഛനിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, അദ്ദേഹം നമ്മളെ വിശ്വസിച്ച ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുമെന്ന്. സി കെ ജോസഫ് സാറ് വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി, അദ്ദേഹം കളമശ്ശേരിയിൽ സെൻറ്റ് പോൾസ് കോളേജിൽ അധ്യാപകനായിരിക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വിലയും അതിന് കൽപ്പിക്കാതെ, മറ്റ് ജീവിതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ജോലി രാജിവെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ വ്യക്തിത്വമാണ്. അത് പ്രത്യേകം ഓർക്കാതെ വയ്യ. സി കെ സാറിനെ പറ്റി ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കുറേ ചിന്തകൾ നമുക്ക് പങ്കുവച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. പോട്ട ഡിവൈൻ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സഹോദരനാണ് സി കെ ജോസഫ് സാർ. പോട്ടയിലെ അനുദിന വചനപ്രഘോഷണത്തിൽ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ് സി കെ ജോസഫ്. സി കെ ജോസഫ് സാറ് എന്ത് പ്രസംഗിക്കുന്നുവോ അത് സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിക്കൊണ്ട് എന്നും അദ്ദേഹം ഒരു മാതൃകയാണ്. വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി സി കെ ജോസഫ് സാറിനെ ഓർക്കുന്നു. ഇനിയൊപ്പം ഉള്ളത് ബ്രദർ ജെയ്മിയാണ്. 1979 നവംബർ 18 ഞാൻ അച്ഛനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഇപ്പോൾ 1979 നവംബർ 12 എൻ്റെ അപ്പച്ചൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അപ്പോൾ ഞങ്ങൾ 7 മക്കളാണ്. അമ്മയുണ്ട്, അപ്പച്ചൻ്റെ അമ്മച്ചി ഞങ്ങളുടെ കൂടെയുണ്ട്. വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന നാളുകളായിരുന്നു. അപ്പോൾ ഈ നവംബർ 18 ചാലക്കുടി പള്ളിയിൽ 7 കുർബാന അർപ്പിക്കാനായിട്ട് ഈ അച്ഛനാണ് വന്നത്. അപ്പോൾ വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന ആ നാളുകളിൽ അന്ന് അച്ഛനാണ് വിശുദ്ധ ബലി അർപ്പിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വചന ശുശ്രൂഷയും നയിച്ചത് അച്ഛനായിരുന്നു. അന്നത്തെ അച്ഛൻ്റെ വചന പ്രസംഗത്തിൽ എൻ്റെ ഉള്ളിലെ എല്ലാ ദുഃഖവും എല്ലാ വേദനയും വിട്ടുമാറി വലിയ സമാധാനം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ പോട്ട ആശ്രമത്തിൻ്റെ എൻ്റെ വീട് തൊട്ടടുത്താണ് വീട്. അപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുന്ന പച്ചക്കറി ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചാലക്കുടി മാർക്കറ്റിൽ. അപ്പോൾ എനിക്ക് ആ ആശ്രമത്തോടൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും. ജോലി കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞാൽ ഈ ആശ്രമത്തിൽ പോയി ഞാൻ ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. ഫുൾ ടൈം ശുശ്രൂഷ ചെയ്തിരുന്നില്ല. അച്ഛൻ വിളിക്കുമ്പോഴെല്ലാം ചെന്ന് അച്ഛനെ സഹായിക്കുക. അപ്പോൾ ഞാൻ ചാലക്കുടി മാർക്കറ്റിൽ അതിന് സമയത്ത് ഫോൺ വിളിക്കും. അച്ഛൻ പറയും കുറച്ച് ടാർപ്പായ വേണം, നീ കൊണ്ടുവരണം. അപ്പോൾ ടാർപ്പായ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് പോകാതായി. അച്ഛൻ എങ്ങനെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് ഞാൻ കച്ചവട സ്ഥലത്തേക്ക് പോകാതെയായി. പിന്നെ അച്ഛൻ്റെ കൂടെയായി. ജെയിം ചേട്ടനെ പറ്റി ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ജെയ്മിയുടെ അമ്മ പറയും, അപ്പൻ മരിക്കുന്നവരെയും ജെയ്മി വളരെ കുസൃതിയായിരുന്നു എന്ന്. പക്ഷെ അപ്പൻ മരിച്ചതിന് ശേഷം ഒരു കുടുംബനാഥനെ പോലെ അത്ഭുതകരമായി കുടുംബത്തിന് നേതൃത്വം ജെയ്മി ഏറ്റെടുത്തു. വചനോത്സവം മാസികയുടെ ആ സ്റ്റാമ്പ് മുഴുവനും ഒട്ടിച്ച് അത് അയക്കുന്ന ശുശ്രൂഷയിൽ രാത്രിയിലും പകലുമില്ലാതെ ദീർഘനാൾ ജെയ്മി പണിയെടുത്തിട്ടുണ്ട്. ജെയ്മിയുടെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത, ഒരൊറ്റ ദിവസം പോലും ജെയ്മി ഈ 25 വർഷത്തിനുള്ളിൽ ആബ്സെൻ്റായി കാണുന്നില്ല.
ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു വലിയ മോഡലാണ് ജെയ്മി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുതന്നെയായാലും ശരി, ഈ ജെയ്മിയെ പോട്ട ഡിവൈൻ ശുശ്രൂഷയ്ക്കായി കാരുണ്യവാനായ ദൈവം വേർതിരിച്ച് നിർത്തിയതിനെ ഓർത്ത് തമ്പുരാനും നന്ദി പറയുന്നു. അനോഷ്ക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ 25 വർഷത്തെ ഈ ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുക? മദ്രാസ് ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് 86, 87, 88 ടൈമുകൾ. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് പിയാനോ വായിക്കാൻ അറിയാം, കീബോർഡൊക്കെ വായിക്കും, ഗിറ്റാർ വായിക്കും. പക്ഷെ ഞാൻ മ്യൂസിക് പഠിക്കാൻ ചെന്നത് അവിടെ ഈ വോക്കൽ മ്യൂസിക്കാണ് രാജേഷ്. വോക്കൽ മ്യൂസിക് പഠിക്കുന്നത് കൊണ്ട് അവിടെ എനിക്ക് ഈ ഞാൻ വായിക്കുന്ന ഈ കീബോർഡോ അതൊന്നും അവിടെ ആവശ്യമില്ലായിരുന്നു. ഞാൻ എല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ പോയി കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ തൊട്ട് മുൻപ് പാട്ടുകാരിങ്ങനെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കും, ഗിറ്റാറും ഓർഗണും ഒക്കെ പാടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇവരുടെ പിന്നിലാണ് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നല്ല അഭിഷേകമാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദിവസം കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, കർത്താവേ, എനിക്കിതെല്ലാം വായിക്കാൻ അറിയാമല്ലോ, കീബോർഡൊക്കെ എനിക്ക് വായിക്കാൻ അറിയാം, പാടാൻ അറിയാം, പക്ഷെ ഇവിടെ എനിക്കിതൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ നീ എന്തിനാ എന്നെ പഠിപ്പിച്ചത്? ഇതൊക്കെ ഒരു വേസ്റ്റ് ആയില്ലേ? എന്തിനാണ് പഠിപ്പിച്ചതെന്ന് എന്നെ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ അതങ്ങ് വിട്ടു, അതങ്ങ് കഴിഞ്ഞു. അപ്പം അത് ചോദിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കതിൻ്റെ ഉത്തരം തന്നത് കർത്താവ്. അത് ഞാൻ ചോദിച്ചു, പക്ഷെ ഉത്തരം കിട്ടിയത് 1 വർഷം കഴിഞ്ഞ്. അപ്പം ആ ഉത്തരം കിട്ടുന്ന സമയത്ത് ഞാൻ ഡിവൈൻ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, കീബോർഡ് വായിച്ച് പാട്ട് പാടുന്നു. ആൾക്കാരെല്ലാം കരങ്ങൾ ഉയർത്തിയും കരങ്ങൾ അടിച്ചൊക്കെ സ്തുതിക്കുമ്പോൾ എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. പരിശുദ്ധാത്മാവിൻ്റെ കാതുകളിൽ പറയുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന്. ബഹുമാനപ്പെട്ട പനക്കിലച്ചന് ആനിമാഷെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് കേൾക്കാം. ദൈവത്തിൻ്റെ ഒട്ടേറെ വരങ്ങളും ദാനങ്ങളും സ്വീകരിച്ച ഒരു സഹോദരനാണ് ആന്റണി ഫെർണാണ്ടസ്. ആദ്യമായി പോട്ടെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ബസ്സിൽ ആളെ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിയാണ് ആന്റണി ഫെർണാണ്ടസിൻ്റെ അമ്മ. അദ്ദേഹം ധ്യാന കേന്ദ്രത്തിൻ്റെ വേദിയിൽ, സ്റ്റേജിൽ എന്നും നിറഞ്ഞു നിന്ന ഗാന ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹത്തോടെ ഒട്ടേറെ ആളുകൾ വീണ്ടും 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 വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മനോഹരമായ സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ നിറഞ്ഞ, വരങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത വ്യക്തിയാണ് ആന്റണി ഫെർണാണ്ടസ്. രാജേഷ്, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ഓർമ്മ ഇതാണ്. അതായത് ഒരിക്കൽ ആ കാലങ്ങളിൽ ഡിവൈൻ തുടങ്ങിയ കാലങ്ങളിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത് 5 മണിക്കാണ്. ഗാന ശുശ്രൂഷ 5 മണിക്ക് ആരംഭിക്കും. അപ്പോഴാൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതൊരു 7 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് പനക്കിലച്ചൻ വന്നിരിക്കും. പനക്കിലച്ചനാണ് ഇത് ആരംഭിക്കുക ടോക്ക്. അപ്പം പനക്കിലച്ചൻ വന്ന് കയറുമ്പോൾ ഞാനും ജെയ്മി ബ്രദറും അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛൻ കയറുക. അപ്പം ഒരു ദിവസം രാവിലെ ഗാന ശുശ്രൂഷ ആരംഭിച്ച് നീണ്ടു പോകുന്നു. അച്ഛനെ കാണുന്നില്ല. അച്ഛൻ വരുമ്പോഴാണ് ഞങ്ങൾ ശുശ്രൂഷ നിർത്തുന്നത്. അച്ഛനെ കാണുന്നില്ല. കുറേ നേരമായി അച്ഛനെ കാണാത്തത് കൊണ്ട് ശുശ്രൂഷ പ്രാർത്ഥിക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി
താഴേക്ക് പോയി അച്ഛനെ വിളിക്കാൻ. തൊട്ടടുത്താണ് രാജേഷ്, നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ നേരെ കാണുന്ന മുറിയായിരുന്നു അച്ഛൻ്റെ. അപ്പം ആ മുറിയുടെ അപ്പുറത്തായിരുന്നു ജെയിംസ് ബ്രദർ താമസിച്ചിരുന്നത്. അച്ഛന്റെ മുറിയുടെ തൊട്ടടുത്ത മുറി. ആ, നമ്മൾ ആ പ്രേക്ഷിതരുടെ പക്കത്തെ പോവില്ലേ അതെ, ആ വഴി. അതിന്റെ തൊട്ടടുത്ത്. അപ്പൊ അവിടെ പോയി ഇങ്ങനെ മുട്ടിയാൽ മതി, അച്ഛനപ്പം ഇറങ്ങി വരും. അച്ഛൻ ഇവിടെ നിന്ന് കേൾക്കാം ഇവിടെ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ ചെന്ന് ആ വാതിലിൽ മുട്ടിയപ്പം തുറന്നത് വേറെ ആൾക്കാർ എൻ്റെ അകത്ത്. അപ്പം ഞാൻ അവിടെയുള്ള ഒരാളോട് അന്വേഷിച്ച് പ്രേക്ഷിതനോട്, ഇവിടെ എന്താ, ഇവരാരാ, അച്ഛൻ ഇവിടെ ഇരിക്കുന്നു, അച്ഛൻ അങ്ങോട്ട് പോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ, അയ്യോ ബ്രദർ, ഇന്നലെ രാത്രി ധ്യാനിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടെ അവർക്ക് മുറി കിട്ടാത്തത് കൊണ്ട് അവർ ഇവിടെ ഇച്ചിരി വഴക്കുണ്ടാക്കി. അതിനെ വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്ക് അച്ഛൻ ഇറങ്ങി വന്ന് അവർക്ക് അച്ഛൻ്റെ മുറി അങ്ങ് കൊടുത്ത്. പിന്നെ അച്ഛൻ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അവിടെ എല്ലാം തിരക്കി, എല്ലാ സ്ഥലത്തും തിരക്കി നടക്കുമായിരുന്നു. തിരക്കി അവസാനം ഞാൻ ഒരു ചെറിയൊരു ഞാനും ജെയ്മി ബ്രദറും രാജേഷും താമസിച്ച മുറിയില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു വലിയ മുറി ഉണ്ടായിരുന്നു, അറിയാമോ? ഒരു ഗോഡൌൺ പോലെ ഉപയോഗിച്ചിരുന്നു. പിന്നെ അതിനെ ചാപ്പിളാക്കി, ഓർക്കുന്നുണ്ടോ? അതിന്റെ അകത്ത് ഈ 2 ടയറുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക ഗോഡൌണായിട്ട്. ഞാൻ അതിലേക്കൂടെ കടന്നു വരുമ്പം എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ആ ഗോഡൌണിലേക്ക് പോയി. അവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഞാനത് എന്തുവാന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പം അതൊരു കമ്പിളിയാണ്. ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കമ്പിളി. അപ്പൊ ഞാൻ കമ്പിളി പതുക്കെ പൊക്കിയപ്പോൾ ആ 2-3 2 ടയറുകളുടെ ഇടയ്ക്കുള്ള ഒരു 2 ടയറിൽ അച്ഛൻ കമ്പിളി മൂടി കിടക്കുക, ഉറങ്ങുക. അപ്പൊ ഞാൻ ആ കമ്പിളി മൂടിയിട്ട് അച്ഛനെ വിളിച്ചു. അച്ഛാ സമയമായോ? ചാടി എഴുന്നേറ്റ്. ഈ ഒരു അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ശക്തിയാണ് എനിക്ക് പകർന്നത്. കാരണം എങ്ങനെയാണ് ഒരു ശുശ്രൂഷ ഉയരുക, എങ്ങനെയാണ് ഒരു സ്ഥാപനം ഉയരുക? ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിന്റെ ചരിത്രം നോക്കിയാൽ ഒരുപാട് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ട്. അതാണ് ഈ ഡിവൈൻ ധ്യാന മന്ദിരം. രാജേഷിന് ഡിവൈൻ ധ്യാന കേന്ദ്രം പോട്ട ശുശ്രൂഷ ഇത് തുടങ്ങിയ ശേഷം ഇന്ന് ഈ സമയം വരെ രാജേഷിനെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വലിയ കരുണയും ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ഇവിടം വരെ നിലനിർത്തിയത്. ഞങ്ങളെല്ലാം ഒത്തിരി സ്നേഹത്തോടെ അഭിമാനത്തോടെ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുകയാണ്. രാജേഷിന് എന്താണ് പറയാനുള്ളത്? ഇത് ജെയിംസ് ബ്രദറെ, ആക്ച്വലി ഇതെൻ്റെ ഒരു ബോധപൂർവമായിട്ടുള്ളൊരു വരവേ അല്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഒരു ബോധപൂർവമായിട്ടുള്ള വരവല്ല. എൻ്റെ 15 വയസ്സ് വരെ മൂഴിക്കുളം അമ്പലത്തിൽ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു ബാല്യമാണ് എനിക്ക്. പക്ഷേ ഡാഡിയുടെ വളരെ അമിതമായിട്ടുള്ള മദ്യപാനം, ഈ മദ്യപാനമാണ് ശരിക്ക് പോട്ട ആശ്രമത്തിൽ കൊണ്ടുവരുന്നത്. അന്ന് വരെ ഇങ്ങനെ ഒരു ക്രിസ്തീയ വേദി അല്ലെങ്കിൽ ഇങ്ങനെ യേശുവിന് വേണ്ടി പാടുക, നമുക്ക് ചിലപ്പോൾ ക്രിസ്ത്യാനി ആണെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ അന്വേഷണം ചിന്തിച്ചില്ലേ, ഞാൻ കീബോർഡ് വായിക്കും, എന്നെ എന്താ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, ഞാൻ അങ്ങനെ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാൻ ഒരു സാധ്യതയില്ല. ഡാഡി അവിടെ വന്നു, അതിനുശേഷം പനക്കലച്ചനെ കണ്ടു. ആ സമയത്ത് മദ്യപാനം സഹിക്കാൻ വയ്യാതെ മമ്മി വീട് വിട്ട് ഇറങ്ങിപ്പോയായിരുന്നു. ഡാഡി ഭഗവാനെ അറിയില്ല, ഭാര്യ എവിടെയാണെന്ന് അറിയില്ല, വിഷമാണ്, പ്രാർത്ഥനയാ. അച്ഛൻ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു, മരിച്ചു കാണും. കാരണം അതിനു മുമ്പ് ഒരു 3-4 പ്രാവശ്യം മമ്മി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പം 2 ദിവസമായി, ഉറപ്പാണ് മരിച്ചു കാണും. അച്ഛൻ പറഞ്ഞു, തലയെ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ചാക്യാർ പേടിക്കണ്ട, ഭാര്യ മരിച്ചിട്ടില്ല, ഗുരുവായൂർ അമ്പലത്തിലുണ്ട്. അവിടെ ചെന്നു, അവിടെയൊക്കെ നോക്കി, കണ്ടില്ല. അവസാനം അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ കുറെ പിച്ചക്കാരി ഇരിക്കുന്നുണ്ട്, ഈ അവിടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കിട്ടും, അവിടെ ഇരിക്കുന്നുണ്ട് മമ്മി. അവിടെ നിന്ന് മമ്മിയെ കൂടെ ഒരു കാർന്നൂരുണ്ടായിരുന്നു, ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചിരുന്ന അങ്കിളാണ്. അദ്ദേഹം പേടിക്കണ്ട, പോട്ട ആശ്രമത്തിൽ നിന്നാണ് വരുന്നത്, ഇനി ചാക്കിയാർ കുടിക്കില്ല, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വിളിച്ചോണ്ട് മമ്മി കയറി വണ്ടിയിൽ. ഇവിടെ വന്നു, ധ്യാനം കൂടി. ഏതാണ്ട് 1 വർഷത്തോളമായി ഡാഡി കുടിക്കണില്ല. പനക്കളച്ചൻ ആ സമയത്ത് വളരെ ശുഷ്കാന്തിയുള്ള, ചാക്യാരെ കുടി നിർത്തിയെന്ന് പറയണം, കുടി നിർത്തിയെന്ന് അങ്ങനെ സാക്ഷ്യം പറയിച്ചു തുടങ്ങി. അതിനുശേഷം 1 കൊല്ലം ശേഷമാണ് ഞാൻ ധ്യാനം കൂടുന്നത്. രേഖയും അനിയത്തിയും ധ്യാനം കൂടിയ ശേഷം കൂടുന്നത്. അന്ന് ആ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷയിൽ കിട്ടിയ ഒരു അനുഭവം, ആ അനുഭവമാണ് സത്യത്തിൽ ഈശോയാണ്. അന്ന് വരെ ഒരു പക്ഷേ ഡാഡിയുടെ കുടി മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു സന്തോഷം കണ്ടിട്ടോ ആണ് ഞാൻ ഈശോയെ സ്വീകരിച്ചതെങ്കിൽ,
സത്യദൈവം യേശു തന്നെയാണ് എന്നൊരു ബോധ്യം ആ ധ്യാനത്തിൽ എനിക്ക് കിട്ടുകയും അന്ന് മുതൽക്കാണ് എനിക്ക് ഈ ഒരു വിശ്വാസവും തീഷ്ണതയും പ്രാർത്ഥന അനുഭവം എനിക്ക് ഉണ്ടായത്. പനിക്കലച്ചന് രാജേഷിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. രാജേഷ് ചാക്യാർ ഡിവൈൻ ശുശ്രൂഷയുമായി ബന്ധപ്പെടുവാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ തങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിനും സുവിശേഷത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ചു. മാതാപിതാക്കന്മാർ സ്വയം സമർപ്പിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മാത്രമല്ല, അവരുടെ 2 മക്കളും പൂർണ്ണമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടു. അവർ ഒരിക്കൽ പോലും രാജേഷ് ചാക്യാരുടെ മറ്റെന്തെങ്കിലും ഭൗതികമായിട്ടുള്ള വളർച്ചയോ ഉയർച്ചയോ ഒന്നും ശ്രദ്ധിക്കാതെ ഈ മകൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആ മകനെ പരിശീലിപ്പിക്കുകയും അതേ മനോഭാവത്തിലും വികാരത്തിലും ആയിത്തീരുകയും ചെയ്ത രാജേഷ് ചാക്യാരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അനേകർക്ക് ഒരു മോഡലായി ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. രാജേഷിന്റെ ഭാര്യ രജനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യം തന്നെ പറഞ്ഞോട്ടെ ബ്രദറെ, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പം ആ ഒരു എല്ലാവരുടെയും കണ്ണിൽ ശരിക്കും ഇറ്റ് വാസ് ഫുൾ ഓഫ് ടിയേഴ്സ്. അപ്പം അത് എന്താ പറയുക, ഇതിലും വലിയൊരു ട്രീറ്റ് ഈ 25 ഇയേഴ്സ് ആൻഡ് മോർ ശുശ്രൂഷ ചെയ്തതിൽ നിന്ന് നമുക്കിങ്ങനെ ഗുഡ്നസ് ചാനൽ ഇങ്ങനെ ഒരു അവസരം നമ്മളെല്ലാം ഓർത്ത് കൊണ്ടുവന്നതിൽ തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് ഗോഡ്സ് പ്ലാൻ, അത് സംശയം ഇല്ല. പിന്നെ എനിക്ക് തോന്നി ഇത്രയും വർഷം നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഒരു കാണലില്ലെങ്കിൽ പോലും ഇൻ്റർനെറ്റിൽ നമ്മൾ കണക്റ്റഡ് ആണ്. ഇപ്പോഴത്തെ യുഗത്തിൽ ഇൻ്റർനെറ്റ് ആണ്, പക്ഷേ അത് പലപ്പോഴും കണക്ടിവിറ്റി പോവും. പക്ഷേ നമ്മുടെ ഈ ഇൻ്റർനെറ്റ് വിൽ നെവർ ഫെയിൽ. അപ്പം ഇത് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, മറ്റുള്ളവർക്ക് നമ്മളൊരു മാതൃകയായി ജീവിക്കാൻ സാധിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും പറയണം, രാജേഷ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം ആൻഡ് ദ ഫാമിലി ടു, ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്. ശാന്തി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് എന്നെ വഴി നടത്തിയത് പനക്കലച്ചനാണ്. ഇപ്പോൾ 22 വർഷമായി. ഈ 22 വർഷവും എൻ്റെ ഭർത്താവ് ആൻ്റണി ഫെർണാണ്ടസ് എന്നെ ശുശ്രൂഷയിൽ ഒരുപാട് സഹായിച്ചു, ഉയർത്തി. അങ്ങനെ എനിക്ക് ശുശ്രൂഷ ജീവിതത്തിൽ ഉയരാൻ സാധിച്ചു. എൻ്റെ മകനും, എനിക്കൊരു മകനാണുള്ളത്, അവനും നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷകനായി വളർന്നതിൽ എൻ്റെ ഭർത്താവിനും അച്ഛനും ഈ ധ്യാനമന്ദിരത്തിനെല്ലാം നല്ലൊരു പങ്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയിപ്പോ ഡോളി ചേച്ചിയാ. ഞാൻ ജയൻസെട്ടി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് മുന്നേ തന്നെ, ജയൻസെട്ടി കല്യാണത്തിന് മുന്നേ തന്നെ ജയൻസെട്ടി ഈ ശുശ്രൂഷ മേഖലയിലായിരുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷകനായിരുന്നത് കൊണ്ടാണ് എന്നെ ശരിക്കും ജയൻസെട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് തന്നെ. വീണ്ടും ജയൻസെട്ടി ഈ ശുശ്രൂഷയിൽ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് ജയൻസെട്ടി ചിലപ്പോഴൊക്കെ പോകാതെയോ അല്ലെ മറ്റെന്തിനെയൊക്കെ മാറി നിൽക്കുമ്പോൾ ഞാൻ ജയൻസെട്ടിയോട് പറയും, ജയൻസെട്ടി ഇത് വിട്ടിട്ട് വേറെ ഒരു കാര്യത്തിനും പോവല്ലേ, ശുശ്രൂഷയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. അതൊരു വലിയ സപ്പോർട്ടായിരുന്നുണ്ടാവും ജെയിംസ് എപ്പോഴും, അല്ലേ? സത്യം പറഞ്ഞാൽ സാധാരണ വീടുകളിലെ ഭർത്താക്കന്മാരിങ്ങനെ മുഴുവൻ സമയവും മാറി നിൽക്കുമ്പോൾ ഭാര്യമാർ അവരുടെ ആവശ്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് പരാതി പറയാറുണ്ട്. പക്ഷെ നേരെ മറിച്ചാണ്. കല്യാണം കഴിച്ച ആദ്യം തന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കുമ്പം ജെയിംസ് കുട്ടി ശുശ്രൂഷകനാണ്, ഇനി ഞാൻ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരിക്കൽ പോലും ഈ ശുശ്രൂഷ മുടങ്ങിയാൽ ദൈവത്തോട് ഞാൻ സമാധാനം പറയണം, അന്ത്യം വരെ ഈ ശുശ്രൂഷ ചെയ്യണം. അതുകൊണ്ട് ഒത്തിരി സന്തോഷമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ ഡോളിയിൽ നിന്നും കിട്ടുന്ന പിന്തുണയും സപ്പോർട്ടുമെല്ലാം. ഇനി മെസ്സേജാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരു ദൈവത്തിനായിട്ട് വിളിച്ച ഒരു വ്യക്തിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും,
ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇതുപോലെ ജോലി, അത് വേറൊരു കാര്യമാണ് ഞാൻ മക്കളോട് എപ്പോഴും പറയാറുള്ളതാണ്. ജോലിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. കാരണം ദൈവത്തിന് വേണ്ടി ഡാഡി ജോലി ഉപേക്ഷിച്ചതാണ്. അത് ആ അനുഗ്രഹം എന്നും, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് മാത്രമാണ് അനുഗ്രഹം എന്ന് ഉള്ളത് ഉറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റും. ഇനി റാൺ ചേച്ചിയാണ്. പനിക്ലച്ചനിലൂടെ തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ജെയ്മി എന്നെ വിവാഹം ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ തമ്പുരാൻ ഞങ്ങളെ കൊണ്ടുനടന്നു. ആ സഹനങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം വലിയ വലിയ സഹനങ്ങളിൽ അത് ഡിവൈൻ ധ്യാനമന്ദിരവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നു. തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. ആ വചനം തീർത്തും അന്വർത്ഥമാകത്തക്ക രീതിയിൽ അതിൻ്റെ പരിണിത ഫലമാണ് ആ സന്തോഷം അനുഭവിച്ച് നമുക്കിവിടെ സത്യത്തിൽ ഇരിക്കാൻ പറ്റിയതും ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയതും ഈ 25 ആണ്ട് ദൈവം വഴി നടത്തിയ ആ വഴികളെക്കുറിച്ച് ഓർക്കാനും നന്ദി പറയാനും പറ്റിയത്. പനിക്കലച്ചൻ നമ്മളെ 5 കുടുംബത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ ഇനിയും മരണം വരെ ഇത് അന്യർത്ഥമാകാതിരിക്കാനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പരസ്പരം ശുശ്രൂഷ ചെയ്ത് അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ 5 കുടുംബങ്ങളുടെ വിശേഷം, ഞങ്ങളുടെ ഈ കുടുംബങ്ങളെ ദൈവം ഈ വർഷങ്ങൾ അത്രയും വഴി നടത്തിയത്, അതേ ഓർത്തുള്ള ഞങ്ങളുടെ ഓരോ ഓർമ്മകളും നന്ദി പറച്ചിലും ദൈവത്തോടുള്ളത്, അതാണ് ഈ പ്രോഗ്രാമിലുണ്ടായത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ ഈ ദൈവാനുഭവം നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകുമെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ അടുത്ത് അറിയാൻ സാധിക്കുന്ന നിമിഷങ്ങളാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പങ്കുവയ്ക്കലിന് ഫലമേറും. അങ്ങനെ ആകട്ടെ എന്ന് തന്നെയാണ് ഈ ഞങ്ങളുടെ ഈ സംസാരത്തിൻ്റെ അവസാനം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പ്രാർത്ഥന. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ 5 കുടുംബങ്ങളുടെയും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry Christmas and a Happy New Year.